പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനത്തിൽ നിന്ന് 56-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വയ്ക്കണമേ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ? You have kept count my tossings, put my tears in your bottle, are they not in your book? നമ്മുടെ ഉഴൽച്ചകളെ എണ്ണുന്ന ദൈവം ഒരു വിടുതലിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. മറ്റൊരിടത്തേക്ക് പ്രതീക്ഷയോട് ചെല്ലുന്നു, പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഉഴന്നു നടക്കുകയാണ്. നിന്റെ ഉഴൽച്ചകളെ എണ്ണുന്ന ഒരു മഹാദൈവം. നീ ഉഴന്നു നടന്ന് എവിടൊക്കെ, ഏതൊക്കെ വിഷയത്തിന് എത്ര പ്രാവശ്യമെന്ന് മറന്നുപോയാലും അത് കൃത്യമായി എണ്ണുന്ന ഒരു മഹാദൈവം. ദൈവരെ നീ വിതുമ്പിക്കറിഞ്ഞ കണ്ണുനീർ അവൻ തുരുത്തിയിലാക്കി വയ്ക്കും. ദൈവശബ്ദം കേട്ടിറങ്ങി തിരിച്ച ദൈവത്തിൻ്റെ ഉഴൽച്ചകളെ ദൈവം എണ്ണും. മാത്രമല്ല, കണ്ണുനീരിന് മറുപടിയുമുണ്ട്. നിന്റെ ഉഴൽച്ചകളെ കർത്താവ് മാറ്റും. പ്രതിസന്ധിയുടെ നടുവിലും ഉഴൽച്ചകളുടെ നടുവിലും കണ്ണുനീരിൻ്റെ നടുവിലും നിലനിർത്തിയത് ഭക്തൻ്റെ ദൈവത്തിലുള്ള വിശ്വാസമാണ്. സങ്കീർത്തനം 56:9 പറയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ദൈവം നമ്മുടെ ഉഴൽച്ചകളെ എണ്ണണമെങ്കിൽ നാമും ചിലതൊക്കെ എണ്ണണം. സങ്കീർത്തനം 90:12 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ജനന ദിവസം മുതൽ ഇന്ന് വരെ എത്ര ദിവസം ദൈവം ദാനമായി തന്നു, അപ്പോൾ ഒരു അറിവ് കിട്ടും ഞാൻ എത്ര ക്ഷണികനാണ്. 39-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ, യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ, ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഞാൻ എത്ര ക്ഷണികൻ എന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ്. നമ്മുടെ നാളുകളെ നാം എണ്ണാതെ പോയാൽ നമ്മുടെ ദിനങ്ങളെ എണ്ണുന്ന ഒരുവനുണ്ട്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന പ്രമാണത്തിൽ മനുഷ്യൻ ക്ഷണികനെന്ന അറിവില്ലാതിരുന്ന ബെൽഷസ്സറിന്റെ നാളുകൾ ദൈവമെണ്ണി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 24 മുതൽ വായിക്കുമ്പോൾ ദൈവം അവന് രാജത്വം എണ്ണി എന്നെഴുതിയിരിക്കുന്നു. നമ്മുടെ നാളുകളെ നമുക്കെണ്ണാം. അങ്ങനെ ക്ഷണികനെന്നറിവ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെയും ഉഴൽച്ചകളെ എണ്ണി കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ച് മറുപടി തരുന്ന ഒരു മഹാദൈവമാണ് നമ്മുടെ ദൈവം. പിതാവായ യാക്കോബിനെ അനുസരിച്ച് യോസേപ്പ് തൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് ഇറങ്ങി. എബ്രോണിൽ നിന്നും ഷേക്കേമിലേക്കും അവരെ കാണാതെ ഉഴന്നടന്ന് ദോതാനിലേക്കും ഉഴന്നു നടന്ന ആ നടപ്പിനെ എണ്ണിയ ഒരു ദൈവം. യോസെപ്പിനെ മറന്നില്ല, അവനെ രാജസ്ഥാനത്തെത്തിച്ചു. ഉഴന്നടന്നപ്പോൾ നിറഞ്ഞ കണ്ണിൽ നിന്നും ഒഴുകിയ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ച മഹാദൈവം യോസെപ്പിനെ മറന്നില്ല, അവനെ രാജസ്ഥാനത്തെത്തിച്ചു. മനുഷ്യ സഹായം തീരുമ്പോൾ ദൈവത്തിലെ ദൈവസനിൽ കരയുക. അബ്രഹാം ഹാഗാറിന് കൊടുത്തത് എണ്ണിക്കൊടുത്ത അപ്പവും ഒരു തുരുത്തി വെള്ളവും, അത് തീർന്നു പോകും. മനുഷ്യൻ തരുന്നെല്ലാം തീർന്നു പോകും. നീ മനുഷ്യനെ ആശ്രയിച്ചാൽ ലഭിച്ചത് എണ്ണിത്തരുന്ന അപ്പവും ഒരു തുരുത്തിലെ വെള്ളവുമാണെങ്കിൽ ദൈവത്തിലെ ഒന്ന് കരഞ്ഞു നോക്കൂ. പറ്റിപ്പോകാത്തൊരു നീരറിവ് ദൈവം കാണിച്ചു തരും. നമ്മുടെ ഉഴൽച്ചകൾ മാറാൻ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, മൊർദെഖായിയെ പോലെ തക്ക സമയത്ത് രാജാവിന് വേണ്ടി പ്രവർത്തിക്കണം. ശത്രു രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ പദ്ധതി ഇടുന്നത് രാജാവിനെ അറിയിക്കണം. അത് രാജാവ് എഴുതി വയ്ക്കും. നീ രാജാവിന് വേണ്ടി എന്തൊക്കെ ചെയ്തോ അവനത് എഴുതി വയ്ക്കും. മൊർദെഖായിയുടെ കണ്ണുനീര് ഉപവാസവും രാജാവിൻ്റെ ഉറക്കം കെടുത്തി മൊർദെഖായിക്ക് തക്ക സമയത്ത് മറുപടി കൊടുത്തു. 2, ആരോഗ്യമുള്ളപ്പോൾ, സാഹചര്യമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ, ഏത് സാഹചര്യമാണോ ആ സാഹചര്യത്തിൽ ദൈവത്തിനു വേണ്ടി നിൽക്കുക, പ്രവർത്തിക്കുക. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാമത്തെ അധ്യായം 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഹിസ്കിയാവ് രാജാവായിരുന്നിട്ടും അവൻ്റെ സാഹചര്യം, അധികാരം എല്ലാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും ദൈവസന്നിധി നടന്ന്
ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു. അവൻ്റെ പ്രതികൂല സാഹചര്യത്തിൽ അവൻ്റെ കണ്ണുനീരിൻ്റെ സമയത്ത് ദൈവം ഇറങ്ങി വന്ന് അവന് വേണ്ടി പ്രവർത്തിച്ചു. പടകിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും വന്നു. ഉറങ്ങുന്ന കർത്താവിനെ ശിഷ്യന്മാർ വിളിച്ചുണർത്തി, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അതെ, നമ്മുടെ ദൈവം നമ്മുടെ ഉയർച്ചകളെ എണ്ണുന്ന ദൈവമാണ്. കണ്ണുനീരിന് മറുപടിയുണ്ട്. തക്ക സമയത്ത് ദൈവത്തിന് വേണ്ടി നമ്മുടെ സാഹചര്യം ഉപയോഗിക്കാം. എല്ലാ സാഹചര്യവും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ സമർപ്പിക്കാം. ദൈവത്തെ ഉണർത്താം. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഉറച്ചു വിശ്വസിക്കട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.